ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പേസിയ ഇടുക്കി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സിസ്റ്റർ സുനി മാത്യു സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തങ്കമണി ഉൾപ്പെടുന്ന പ്രദേശമാണ് കാമാക്ഷി പഞ്ചായത്ത്. കാമാക്ഷി പഞ്ചായത്തിലെ പുതുതായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു കർഷക കൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിച്ചറിയുന്നത്. CMC സഭയിൽപ്പെട്ട സിസ്റ്റർ ചൈതന്യയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പാറത്തോട് കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ കമ്പനിയുടെ ചെയർമാനാണ് സിസ്റ്റർ ചൈതന്യ. സിസ്റ്ററിനോട് നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. നമസ്കാരം സിസ്റ്റർ. നമസ്കാരം സിസ്റ്റർ, ഈ സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്തൊക്കെ ലക്ഷ്യമാക്കിയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്? അത് രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടാണ്? അത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? സ്പേസിയ ഇടുക്കി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കർഷകർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് എല്ലാ കുട്ടികളും, നമ്മുടെ യുവാക്കളെല്ലാം ജോലി അന്വേഷിച്ച് പുറമേക്ക് കുടിയേറി മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതവർക്ക് വേണ്ട വരുമാനം കിട്ടുന്നില്ല, കൃഷിയിൽ നിന്നൊരു പ്രൊഡക്ഷൻ അല്ല ഒരു വരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെല്ലാം അത് പോകുന്നത്. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, നല്ല ഫുഡ്, യഥാർത്ഥ സോഴ്സിൽ നിന്നുള്ള ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കുക, കസ്റ്റമറിലേക്ക് എത്തിക്കുക. മീഡിയേറ്റേഴ്സാണ് ഇന്നെല്ലാം, കർഷകരുടെ സാധനങ്ങളെല്ലാം മീഡിയേറ്റേഴ്സ് എടുക്കുന്നു. അവരുടെ ഒരു വ്യാപ്തിയാണ് കൂടുതലുള്ളത്, അവർക്കാണ്, ഇടനിലക്കാരാണ് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ഇവിടുത്തെ കുട്ടികൾക്കുമുള്ള ഒരു സാധ്യത, ജോലി സാധ്യതകളിലേക്ക് വരണം, കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കപ്പെടണം, കൃഷി നശിച്ചു പോകരുത്. അതൊരു വലിയ ലക്ഷ്യമാണ്. പിന്നെ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പേര് പറയുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ഉള്ളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചതാണ്. പ്രത്യേകിച്ച് CMC കോൺഗ്രിഗേഷനിലെ ഇടുക്കി കാർമൽഗിരി പ്രോവിൻസിലെ പെട്ടയാളാണ് ഞാൻ. ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഞങ്ങളിത് എടുത്തത്. സ്ത്രീകളാണ് നമുക്ക് കൂടുതൽ, സ്ത്രീകളുടെ ഒരു എംപവർമെൻറ്റും ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ ടോട്ടൽ 692 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ ഒരു 95% സ്ത്രീകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. 10 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സാണുള്ളത്. അതിൽ 5 പേരും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ ഒരു എംപവർമെൻറ്റ്, കൃഷിക്കാരുടെ ഉന്നമനം, കുട്ടികളുടെ ഒരു ജോലി സാധ്യത, നല്ല ഫുഡ് ആളുകളിലേക്ക് എത്തിക്കുക, ഈ രീതിയിലുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എടുത്തു വെച്ചത്. പിന്നെ കർഷകരെ എന്തെങ്കിലും ഒരു വിളവെടുക്കുന്ന സമയത്തെല്ലാം വിളയ്ക്ക് വില കുറയുന്ന ഒരു സമയമാണ് വരുന്നത്. അപ്പം നമ്മളെടുക്കുമ്പം നമ്മുടെ കമ്പനി വളർന്നു വരുന്നതനുസരിച്ച് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വില കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പന്നം ശേഖരിച്ച് അത് എക്സ്പോർട്ടിംഗ് വരെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ എത്ര വർഷങ്ങളായി ഈ കമ്പനി തുടങ്ങിയിട്ട്? ഇപ്പോൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നതെന്ന് പറയാമോ? 2022 മെയ് മാസത്തിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള SFAC ആണ് നമുക്ക്, ഇതൊരു പ്രൊജക്റ്റാണ് ഗവൺമെൻറ്റിൻ്റെ. ആ പ്രൊജക്റ്റിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. 2022 മെയ് മാസത്തിൽ നമുക്കതിന് അപ്രൂവൽ കിട്ടി. കേരളത്തിലാകെ 50 FPO ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ്. അതിൽ 50-ൽ ഒരെണ്ണമാണ് ഞങ്ങൾ. ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ളത് ഞങ്ങൾക്കാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡേഴ്സും ഏകദേശം എത്തി നിൽക്കുന്നത് ഇപ്പം ഞങ്ങൾക്കാണ്, 3 വർഷം പിന്നിട്ടപ്പോഴും. ഇപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആദ്യം ആളുകളെ ഇത് മനസ്സിലാക്കുക, 2000 രൂപയാണ് ഷെയർ എടുക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 2000 രൂപയെടുത്ത് അവരുടെ അത് മൂലധനമായിട്ട് നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്നുള്ളൊരു പ്രവർത്തനത്തിലാണ്.
അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാനായിട്ട് സാധിച്ചു. മീൻസ് വാല്യൂ ആഡഡ് ആക്കി, മൂല്യവർദ്ധിതം. നമ്മൾ ഏത്തയ്ക്ക എടുത്തു, അത് അല്ലെങ്കിൽ ഏത്തക്കൊലയ്ക്കൊരു വില കുറയുന്ന സമയത്ത് അത് മുഴുവനും ഇല്ലാതായി പോകുന്നതിൽ നിന്നും മാറിയിട്ട് അത് ഏത്തക്ക ചിപ്സാക്കി അല്ലെങ്കിൽ ഉണങ്ങി കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ഉണക്ക ഏത്തക്ക കൊടുക്കുന്ന രീതിയിൽ അതിനെ വാല്യൂ ആഡഡ് ആക്കുന്നു. അങ്ങനെ ചക്ക, നഷ്ടപ്പെട്ടു പോകുന്ന ചക്കയുണ്ടല്ലോ, അപ്പോൾ ചക്കയെല്ലാം ഞങ്ങൾ ശേഖരിക്കുന്നു, ചക്ക ഉണങ്ങുന്നു, ചക്ക ഉണങ്ങി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉണങ്ങി പൊടിച്ച് അപ്പം പൊടി, ദോശപ്പൊടി, പുട്ടുപൊടി, അതുപോലെ പിന്നെ ചക്കക്കുരു പായസം മിക്സ്. ഏറ്റവും നല്ലൊരു ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഏറ്റവും ഇതടങ്ങിയിട്ടുള്ളതാണ് ചക്കക്കുരു. ചക്കക്കുരുവിൻ്റെ പുട്ടുപൊടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. അതുപോലെ മഞ്ഞൾ നമ്മുടെ കർഷകരിൽ നിന്ന് ശേഖരിച്ച്, സാധാരണ വരുന്നൊക്കെ കുർക്കുമിൻ മാറ്റി കളർ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടികളൊക്കെ ആണല്ലോ, അതൊന്നും അല്ലാതെ കർഷകരിൽ നിന്ന് മഞ്ഞൾ എടുത്ത് പൊടിച്ച് അതിനെ നല്ല ശുദ്ധമായ മഞ്ഞൾ, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗഖ്യം നൽകുന്ന ഒരു സാധനം കൂടിയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ മഞ്ഞൾ വിത്ത്, പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞൾ വിത്ത് എടുത്ത് ഞങ്ങളൊരു 2000-ഓളം കിലോ വിത്ത് കൊടുത്ത് ആളുകൾക്ക് കൊടുത്ത് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ തന്നെ കമ്പനി തന്നെ അത് തിരിച്ചു വാങ്ങും. ഫ്രീ ആയിട്ടാണ് വിത്ത് കൊടുത്തത്. അത് കമ്പനി തന്നെ പ്രൊവിൻസിൻ്റെ സഹായത്തോടെയാണ് ഞങ്ങളത് വിത്ത് കൊടുത്തത്. പിന്നെ നമുക്കൊരു കമ്പനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനിയുണ്ട്. അത് കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോടാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഓഫീസും. ഇപ്പോൾ യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ലീസിനെടുത്തിട്ടുള്ള ഇവിടെ പാറത്തോട്ടിൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു 5 ബ്ലോക്കുകളിലും ഒരു 10-14 പഞ്ചായത്തുകളിലുമായിട്ട് നമ്മുടെ കർഷകരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലുമുള്ള കർഷകർ ചേർന്നിട്ടുള്ളൊരു യൂണിറ്റാണ് ഞങ്ങളുടെ യൂണിറ്റ്. ഏതൊക്കെ ബ്ലോക്കുകളിലാണ് ഇപ്പോൾ ഉൾപ്പെടുന്നത്? അടിമാലി, നെടുങ്കണ്ടം, കട്ടപ്പന, ഇടുക്കി, ദേവികുളം, ആ ബ്ലോക്കുകളിലൊക്കെയാണ് ഉൾപ്പെടുന്നത്. അവിടെയുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങളറിയുന്ന സ്ത്രീകളെയും നേരത്തെ പരിചയമുള്ളത് വെച്ചിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആളുകൾ അങ്ങനെ ഷെയർ എടുത്തതും വന്നതുമൊക്കെ. പിന്നെയുള്ളത് നമുക്കൊരു കാർഷിക നേഴ്സറി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പൈസസിൻ്റെ, നമ്മുടെ ഇടുക്കി മുഴുവനും സ്പൈസസിൻ്റെ ആണല്ലോ. ഇപ്പോൾ കൊടിത്തയ്യ്, ജാതിത്തയ്യ്, ഏലത്തട്ടകൾ, അതുപോലെ തന്നെ പ്ലാവിൻ തൈയൊക്കെ, വെറൈറ്റി പ്ലാവിൻ തൈകൾ, കൊക്കോ തൈകൾ, അതൊക്കെ കൊടുക്കാൻ തക്ക വിധത്തിലൊരു നേഴ്സറി ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നമ്മുടെ അടുത്ത വർഷം തൊട്ട് നമുക്ക് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. മയിലാടുംപാറ ഗവേഷണ കേന്ദ്രത്തിൽ നമ്മുടെ ആളുകളെ വിട്ട് അവിടെ ട്രെയിനിങ് എടുപ്പിച്ച് ഇപ്പോൾ അവരാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം, ഈ അടുത്ത മെയ് മാസം മുതൽ നമുക്കത് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. എത്ര ഏക്കർ സ്ഥലത്താണ് ഈ നഴ്സറി പരിപാലിക്കുന്നത്? 2.5 ഏക്കർ സ്ഥലത്താണ്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് തന്നെയാണത്. 2.5 ഏക്കർ സ്ഥലത്താണ്. അതിനകത്ത് ഉള്ള രീതിയിൽ നമ്മളിപ്പോൾ പയ്യെ നട്ടുകയറി വരുന്നതേ ഉള്ളൂ. ഈ ഫലവർഗ്ഗങ്ങളുടെ തൈകൾ എന്തെങ്കിലുമൊക്കെ പരിപാലിക്കുന്നുണ്ടോ? ഫലവർഗ്ഗങ്ങളുണ്ട്. നമ്മൾ അവക്കാഡോ തൈകളുണ്ട്, പേരത്തൈകളുണ്ട്, റംബൂട്ടാൻ തൈകളുണ്ട്, കപ്പളം, അങ്ങനത്തെ തൈകളൊക്കെ ഫലവൃക്ഷങ്ങളും അതിനകത്തേക്ക് ചേർത്ത് ഞങ്ങൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്തൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരള അഗ്രോ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് കർഷകരുടെ പ്രൊഡക്റ്റുകൾക്ക് ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. കേരള അഗ്രോ എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. എല്ലാ ജില്ലയിലും ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടിയ കർഷകർ, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏത് കർഷകനൊക്കെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കിയോ അവർ ടെസ്റ്റ് ചെയ്ത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബ്രാൻഡാണത്. ആ ഉൽപ്പന്നങ്ങൾ വയ്ക്കാൻ എല്ലാ ജില്ലകളിലും ഓരോ ഷോപ്പുണ്ട്. ഇക്കോ ഷോപ്പല്ല, കേരള അഗ്രോ ഷോപ്പ്, പ്രീമിയം ഔട്ട്ലെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഇടുക്കി ജില്ലയിലെ ഷോപ്പ് മച്ചിപ്ലാവ്, അടിമാലി ബ്ലോക്കിൽ അടിമാലിക്കടുത്ത് മച്ചിപ്ലാവ് കത്തോലിക്ക പള്ളിയുടെ എതിർവശത്തായിട്ടാണ് നമ്മളൊരു ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അത് 1 വർഷത്തോളമായി അവിടെ നമ്മൾ ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലുമുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങൾ അവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്, വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് തന്നെയാണ്, നമുക്ക് എല്ലാ ജില്ലയിലും ഓരോന്നേ ഉള്ളൂ. അത് സ്പേസിയ ഇടുക്കി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് ഇടുക്കി ജില്ലയിലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ കർഷകരിൽ നിന്ന് നേരിട്ടെടുക്കുന്നതാണല്ലേ? കർഷകരിൽ നിന്ന് നേരിട്ട് എടുക്കുന്നത്. ഇപ്പം ഞങ്ങളിപ്പം ഗവൺമെൻറ്റിനോട് അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ സാധനങ്ങൾ എത്തിച്ചെടുക്കാൻ. പറഞ്ഞാൽ പാഴ്സൽ ഒത്തിരി വരും. പിന്നെ ഇത് സാധാരണ കർഷകർ വേറെ മായങ്ങളൊന്നും കലർത്താതെ ഉണ്ടാക്കുന്ന സാധനമായതുകൊണ്ട് ഇത് ഒത്തിരി നാൾ ഇരിക്കുകയില്ല. അപ്പം നമുക്കെല്ലാവർക്കും വേണ്ടത് കാണുമ്പോൾ ഏറ്റവും നല്ല മനോഹാരിതയും അതിനകത്ത് ഒന്നും വരാതിരിക്കുന്ന, അതായത് വിഷാംശ മായങ്ങളൊക്കെ ചേർത്താണല്ലോ. അങ്ങനെയൊന്നും ഇല്ലാത്തതായതുകൊണ്ട് അത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചാലും ചിലപ്പോൾ അതൊക്കെ ചീത്തയായി പോകുന്നുണ്ട്. ആ നഷ്ടങ്ങളൊക്കെ നടത്തുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി തന്നെ ഏറ്റെടുക്കേണ്ടി വരും.
പിന്നെ എത്രയും ദൂരത്തു നിന്നുള്ള സാധനങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ആ ഒരു ഷോപ്പ് ഇരിക്കുന്നത് തന്നെ ടൂറിസ്റ്റുകൾ വരുന്ന അടിമാലിയിലേക്ക് കടന്നാണല്ലോ മൂന്നാറിലേക്ക് എല്ലാവരും പോകുന്നത്. ആ വഴിയിൽ തന്നെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകളൊന്ന് മനസ്സ് വെച്ചാൽ ഈ ശുദ്ധമായ സാധനം മേടിച്ചുകൊണ്ട് പോയി എടുക്കാൻ പറ്റും. പക്ഷെ പരസ്യമില്ല, ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കർഷകർ മാത്രമാണല്ലോ, നമുക്ക് അതിനുള്ളൊരു വരുമാനമില്ല. പിന്നെ ഗവൺമെൻറ് തലത്തിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു പരസ്യം വരുമായിരിക്കും. എല്ലാ ജില്ലയിലും ഈ ഷോപ്പുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റും സ്പെസിയയ്ക്ക് തന്നെ 10-15 പ്രൊഡക്റ്റ് നമുക്ക് ഈ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അത് തന്നെ ഞങ്ങൾ പല ജില്ലകളിൽ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് അയക്കാനും തിരിച്ചു വരുത്താനും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുക്കിങ്ങിന് അല്ലെങ്കിൽ ഇത് കർഷകരിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ ആയിട്ട് നേരിടുന്ന പ്രധാന തടസ്സം എന്താണ്? ഏറ്റവും പ്രധാന തടസ്സം നമുക്ക് പാഴ്സൽ ചാർജ് ഭയങ്കര കൂടുതലാകും. ഒന്ന് കൊറിയർ വഴി വിട്ടാൽ അതും ചാർജ് കൂടുതലാണ്, പോസ്റ്റ് ഓഫീസ് വഴി വിട്ടാലും അത് കൂടുതലാണ്. ഏറ്റവും എളുപ്പമുള്ളത് നമുക്ക് KSRTC ആണ്. പക്ഷേ KSRTC ബസ്സിന് കയറ്റി വിടണമെങ്കിൽ നമുക്ക് ഡിപ്പോ ഉള്ളത്, ഈ ബുക്കിംഗ് ഡിപ്പോ വരുന്നത് മൂന്നാറിലും തൊടുപുഴയും മാത്രമാണ്. ഞങ്ങൾ ഈ പാറത്തോട്ടിൽ നിന്ന് ഈ സാധനം എടുക്കാൻ മൂന്നാറിൽ കൊണ്ട് 2 മണിക്കൂർ വണ്ടി യാത്ര ചെയ്തു പോയാലേ പറ്റുള്ളൂ. തൊടുപുഴയിലും അതേ അവസ്ഥ തന്നെ. അങ്ങനെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് കൊണ്ടുവയ്ക്കാനും കൊണ്ടുവിടാനും പറ്റുന്നില്ല. സാധാരണ KSRTC ബസ്സുകൾ വഴി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സാധനം ഇവിടെ എത്തിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഒത്തിരി ബസ്സുകൾ പോയി വരുന്നുണ്ട് അടിമാലിയിൽ നിന്ന്. അങ്ങനെയുള്ളവർ കൊണ്ടുവരാനുള്ളൊരു സാധ്യത കൂടി ഗവൺമെൻറ് തലത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടിട്ട് ഈ സാധനമെങ്കിലും കയറ്റി കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം, അങ്ങനെയാണ് ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഈ സാധനം കൊണ്ടുവരാൻ പറ്റും. ഒത്തിരി പൈസയാകാതെയും പറ്റും. ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് ആളുകൾക്കിലേക്ക് എത്താത്തത് കൊണ്ട് നമ്മളിലേക്ക് ആളുകൾ ഒത്തിരി വരുന്നില്ല. ആളുകൾ വരാത്തതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനം ഒരുപാട് എടുത്തു വയ്ക്കാൻ നമുക്ക് തന്നെ ഒരു പേടി വരികയാണ്. ആളുകൾ കയറുന്നവരും കൊണ്ടുപോകുന്നവരും വീണ്ടും വീണ്ടും ഞങ്ങളെ ഓൺലൈനിൽ വിളിച്ച് നമ്മുടെ സാധനങ്ങൾ ബുക്ക് ചെയ്തവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒത്തിരി പേരും പുറത്തേക്ക് പോകുന്ന കുട്ടികൾ, അതുപോലെ പുറത്ത് പോയിട്ട് നാട്ടിൽ വിസിറ്റിങ്ങിന് വരുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വരുന്നവരൊക്കെ ഞങ്ങളുടെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആളുകളാണ് ഞങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറയാം. അവരെല്ലാവരും വന്ന് അവർ ബുക്ക് ചെയ്യും. ഇത്ര സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പറഞ്ഞ് വിളിച്ച് പറയും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് അത് എടുത്ത് വെച്ച് അവർക്ക് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും. ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പാഴ്സൽ അയച്ചു കൊടുക്കാം. ഓൺലൈൻ സംവിധാനങ്ങളുണ്ടല്ലോ. പക്ഷേ അത് ആളുകളിലേക്ക് എത്താത്തത് ഞങ്ങളുടെ ഒരു വലിയൊരു കുറവാണ്. ഇപ്പം ഞങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഇപ്പം കാമാക്ഷി പഞ്ചായത്തിലുള്ള കാൽവരി മൗണ്ടിനോടടുത്ത് അൽഫോൻസാ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു 60 സെൻറ്റ് സ്ഥലം കമ്പനി സ്വന്തമായിട്ട് വാങ്ങിച്ചു. അവിടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. ഞങ്ങൾ ആ ബിൽഡിങ്ങിനെ ഒന്നും കൂടെ പരിഷ്കരിച്ച് നമ്മുടെ യൂണിറ്റ്, പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ പാറത്തോട്ടിൽ നിന്നും മാറ്റാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2-3 മാസത്തിനുള്ളിൽ പണിയൊക്കെ തീർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അപ്പിച്ചോടെ വിപുലമായ രീതിയിൽ മെഷീനറിയൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത്രയും ബ്ലോക്കുകളിലും പഞ്ചായത്തുകളിലുമായിട്ട് ഞങ്ങളുടെ ആളുകൾ കിടക്കുന്നുണ്ട്. നഴ്സറി കൊന്നത്തടി പഞ്ചായത്തിൽ കിടക്കുന്നു. അതുപോലെ തന്നെ കേരള ഗ്രോ ഷോപ്പ് അടിമാലി പഞ്ചായത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇപ്പം കാമാക്ഷി പഞ്ചായത്ത്. അപ്പം എല്ലാ ആളുകൾക്കും കുറച്ചൊക്കെ ജോലിക്കുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ഭാവിയിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഭാവിയിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുകിട കർഷകരാണല്ലോ, അവരിൽ നിന്നും അവർക്ക് ആർക്കും ഉടനെ കൊണ്ടൊരു എക്സ്പോർട്ടിംഗ് ഒന്നും നടത്താൻ പറ്റില്ല. പക്ഷേ ഒന്നിച്ചു കൂടി ചേർന്ന് ഒരേ തരത്തിലുള്ള വിളകൾ, ഇപ്പോൾ ഏലമാണെങ്കിലും കുരുമുളകാണെങ്കിലും ഗ്രാമ്പു ആണെങ്കിലും ഞങ്ങളോട് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് തലത്തിലായതുകൊണ്ട് നമുക്ക് കുറേ അങ്ങനത്തെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ എക്സിബിഷൻസിന് ഡൽഹിയിൽ, ചെന്നൈയിൽ ഒക്കെ പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, ട്രിവാൻഡ്രം. അപ്പോൾ അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നമ്പർ കിട്ടിയിട്ട് അവർ വിളിക്കും എക്സ്പോർട്ടിങ്ങിന്. ഞങ്ങൾക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടിങ്ങും കൂടെ നമുക്കായാലും പിന്നെ ആളുകളെ നന്നായിട്ട് പരിചയപ്പെട്ട് അതിനുള്ള സാധ്യതകളിലേക്ക് എത്തണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. നമ്മുടെ സാധനങ്ങൾ എല്ലാം ഇൻറ്റിഗ്രേറ്റഡ് ഒരു ഫാമിങ്, എല്ലാ തരത്തിലുമുള്ള വസ്തുവകകൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി, ഇവിടെ നിന്ന് തന്നെ അത് വാല്യൂ ആഡഡ് ആക്കി ഇതിനെ നമുക്ക് പുറത്തുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഒരു വരുമാനം ഇടുക്കിയിലെ കർഷകരിൽ കിട്ടുകയും ചെയ്യണം. അതിനുള്ളൊരു വലിയ സ്വപ്നത്തോടെയാണ് ഞങ്ങൾ ഓടുന്നത്. എൻ്റെ കൂടെ ഓടാൻ 10 ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സ്റ്റാഫ്, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇപ്പോൾ ഒരു 30ഓളം സ്റ്റാഫുണ്ട്. മീൻസ് എല്ലാ ദിവസവും വരണ്ട, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം. പിന്നെ പല ഗ്രൂപ്പുകളെ നമ്മൾ ട്രെയിനിങ്ങിന് വിട്ടു. നിസാരം പറഞ്ഞാൽ ജാതിക്കാത്തൊണ്ട് നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമാണ്. ആ ജാതിക്കാത്തൊണ്ട് എടുത്ത് അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നട്ട്മഗിൻ്റെ ഒരു മിഠായി, അത് നമ്മുടെ വയറിന് വളരെ നല്ല സാധനമാണ്. കാരണം ഗ്യാസിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ ഒരു മൗത്ത് ഫ്രഷ്നെസ്, ഭക്ഷണം കഴിക്കുന്ന സാധാരണ ഹോട്ടലുകളിൽ നമ്മളൊരു ജീരകത്തിൻ്റെ ഒരു ഇത് വയ്ക്കുമല്ലോ, അതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ സാധനമൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പുകൾ ചെയ്തു തരുന്നുണ്ട്. കൂടുതൽ ജാതിക്ക ഉള്ള സ്ഥലങ്ങളിൽ അവരതുണ്ടാക്കി തരും.
ജാതിക്കായും അതുപോലെ സ്ക്വാഷ്, ജാതിക്ക ഹിബിസ്കസ് സ്ക്വാഷ് ഉണ്ട്, ചെമ്പരത്തിപ്പൂവിൻ്റെ കളറോട് ചേർത്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാമോ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള കർഷകരിൽ നിന്നുണ്ടാകുന്ന നല്ല സാധനങ്ങളും നമ്മൾ എടുത്ത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് വളർന്നു പോകും. കാരണം ഫുഡ് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ലല്ലോ. അപ്പം ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്പേസിയയുമായിട്ട് ബന്ധപ്പെട്ടാൽ ഉറപ്പായിട്ടും അവരുടെ സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തരവാദിത്വത്തോടെ. സിസ്റ്ററിൻ്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പർ 9562688506 ആണ്. കമ്പനിയുടെ ഫോൺ നമ്പർ വരുന്നത് 9947688506. എന്തായാലും ഒത്തിരി സന്തോഷം. ഇടുക്കിയിലെ കർഷകർക്ക് ഒരു പുതിയ പ്രതീക്ഷയായിട്ടുള്ള ഒരു കമ്പനിയാണ് സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. പാറത്തോട് ആണ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതെങ്കിലും ഇടുക്കി ജില്ലയിലെ അടിമാലി, കാമാക്ഷി, അതുപോലെ ദേവികുളം തുടങ്ങിയ ബ്ലോക്കുകൾക്കെല്ലാം കീഴിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം വ്യാപിക്കുന്നുണ്ട്. കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുക, അത് നല്ല ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ടുണ്ടാക്കുക, വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് കയറ്റുമതിയൊക്കെ ചെയ്ത് ആണെങ്കിലും എല്ലാ വിധത്തിലും കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുക, അല്ലെങ്കിൽ കർഷകരെ ഉന്നമനത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പറ്റി ഇതേവരെ സംസാരിച്ചത് സിസ്റ്റർ ചൈതന്യയാണ്. സിസ്റ്ററിൻ്റെ ഒഫീഷ്യൽ പേര് സുനി മാത്യു എന്നാണ്. സിസ്റ്റർ ചൈതന്യയാണ് ഇത്രയും നേരം സ്പേസിയ പ്രൊഡ്യൂസർ കമ്പനിയുടെ കാര്യങ്ങൾ സംസാരിച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ഇടുക്കി കാമാക്ഷി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പേസിയ ഇടുക്കി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ സിസ്റ്റർ സുനി മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കിസാൻ വാണിയിൽ ഇനി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പാണ്ടിപ്പാറയിലെ കർഷകനായ ശ്രീ ജോയ് സെബാസ്റ്റ്യനുമായി അനുരാജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കാമാക്ഷി പഞ്ചായത്തിലെ പാണ്ടിപ്പാറയിലുള്ള കോഴിക്കോട്ട് ജോയ് സെബാസ്റ്റ്യൻ്റെ കൃഷിയിടത്തിലാണ്. ഹൈറേഞ്ചിലെ മികച്ച മത്സ്യ കർഷകനായ ജോയ് സെബാസ്റ്റ്യൻ ഒരു സമ്മിശ്ര കർഷകൻ കൂടിയാണ്. ജോയ് സെബാസ്റ്റ്യൻ തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്? ഞാൻ ചെറുപ്പം മുതലേ കാർഷിക രംഗത്തുള്ള ആളാണ്. ഒരു പരമ്പരാഗത കാർഷിക കുടുംബത്തിലെ അംഗമാണല്ലേ? അതെ അതെ. എന്തൊക്കെയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്? ഇപ്പം ഏലം, കുരുമുളക്, ജാതി, മത്സ്യം, കൊക്കോ, കമുക്. ഈ ഹൈറേഞ്ചിന് അത്ര പരിചിതമല്ലാത്തൊരു കൃഷിയാണ് മത്സ്യകൃഷി എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ കുളങ്ങളിൽ മത്സ്യം കൃഷി ചെയ്യുന്ന ഒരാളാണ് ചേട്ടൻ. എത്ര കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്? 16-17 കുളങ്ങളിൽ മത്സ്യകൃഷിയുണ്ട്. എന്തൊക്കെ ഇനം മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്? കട്ല, രോഗു, മൃഗാല്, സിലോപ്പിയ, ജയന്റ് ഗൗരാമി, ഗോൾഡ് വിഷൻ എന്ന് പറയുന്നത്. എത്ര വർഷമായിട്ട് മത്സ്യകൃഷിയുണ്ട്? 2020 തുടങ്ങിയതാണ് മത്സ്യകൃഷി. ഏതെങ്കിലും പദ്ധതിയുടെ ഭാഗമായിട്ട് മത്സ്യകൃഷിയിലേക്ക് വന്നു? പ്രധാനമന്ത്രി സമ്പാദ യോജന ഇതിനകത്തുണ്ട്. പിന്നെ കേരള സർക്കാരിൻ്റെ റയറിംഗ് യൂണിറ്റ്, സ്പോൺ റയറിംഗ് യൂണിറ്റ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നതാണോ ലാഭകരം, അതോ മത്സ്യം വിളവെടുത്ത് കൊടുക്കുന്നതാണോ ഏറ്റവും ലാഭകരമായിട്ട് തോന്നിയിട്ടുള്ളത്? ഉൽപ്പാദിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ് ലാഭകരം. അല്ലാതെ വിളവെടുപ്പ് നടത്തുന്നതും ലാഭകരമാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാന ലാഭം എന്ന് പറയുന്നത് കൃഷിയിടത്തിൽ ഈ മീൻ വളർത്തുന്ന വെള്ളം ഒഴിക്കുന്നത് നല്ലൊരു ജൈവ വളമാണ്. അത്
മാത്രം ഏലത്തിന് ഏറ്റവും നല്ല മത്സ്യക്കുളത്തിലെ വെള്ളം എടുത്ത് ഏലത്തിന് നനയ്ക്കാനായിട്ട് ഏലം നനയ്ക്കുന്നു. അത് നല്ലൊരു ജൈവവളമാണ്. ഈ 17 കുളം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര സെൻറ്റ് സ്ഥലമുണ്ടാവും ഇത്? 25 സെൻറ്റ് എടുത്ത് കുളമുണ്ട്. ഇതെല്ലാം പടുതാക്കുളങ്ങളാണ്. എല്ലാം പടുതാക്കുളമാണ്. പടുതാക്കുളത്തിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ചില മീനുകൾ പടുതാക്കുളത്തിൽ വളരും, ചില ഐറ്റങ്ങൾ പടുതാക്കുളത്തിൽ വളരുകയില്ല. അപ്പം പടുതാക്കുളത്തിൽ വളരുന്ന ഐറ്റങ്ങളാണ് നമ്മളിപ്പം ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ പടുതാക്കുളത്തിന് അനുയോജ്യമല്ലാത്ത മത്സ്യങ്ങൾ ഏതൊക്കെയാണ് ചേട്ടനത് കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ട്. കടല, രോഗു, ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ പടുതാക്കുളത്തിൽ പറ്റില്ല. അത് മൺകുളത്തിനകത്താണ് വളരുന്നത്. സിലോപ്പിയ, പിന്നെ റെഡ് സിലോപ്പിയ, ജയന്റ് ഗൗരാമി ഇതെല്ലാം പടുതാക്കുളത്തിൽ നല്ലപോലെ വളരില്ല. ആ ഐറ്റങ്ങളാണ് ഇപ്പം ഞാൻ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഇതിനൊരു വിളവെടുപ്പ് സമയം എത്ര കാലം കഴിയുമ്പോഴാണ്? ഇപ്പോൾ കുഞ്ഞിനെ നിക്ഷേപിച്ച് എത്ര മാസം കഴിഞ്ഞാൽ വിളവെടുത്ത് തുടങ്ങാം? 6 മുതൽ 8 മാസത്തിനുള്ളിൽ വിളവെടുത്ത് കഴിയും. ഏറ്റവും കൂടുതൽ തൂക്കം വയ്ക്കുന്ന മീൻ ഏതാണ്? ജയന്റ് ഗൗരാമി. പടുതാക്കുളത്തിൽ ഏറ്റവും തൂക്കം വയ്ക്കുന്നത് ജയന്റ് ഗൗരാമിയാണ്. പൂർണ്ണ വളർച്ച എത്തിയ ജയന്റ് ഗൗരാമി എത്ര കിലോ തൂക്കം കാണും? ഇപ്പം 7 കിലോ വരെ ഉള്ളത് എൻ്റെ കുളത്തിലുണ്ട്. അത് പ്രജനനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞാൽ പ്രജനനത്തിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുങ്ങളുണ്ടായി. ഇപ്രാവശ്യം കുഞ്ഞുങ്ങളെ ഉണ്ടാകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ 1 കിലോഗ്രാം മത്സ്യത്തിന് എന്ത് വില ലഭിക്കും ഇപ്പോൾ നമുക്ക് വിപണിയിൽ? ജയന്റ് ഗൗരാമിയാകുമ്പോൾ 600 രൂപ വരെ, മറ്റേ റിസോർട്ടുകളിൽ കൊടുത്താൽ 600 രൂപ വരെ കിലോയ്ക്ക് കിട്ടും. മറ്റേത് സിലോപ്പിയാക്ക് 250 ഇവിടുന്ന് കൊടുക്കുന്നത്. 250 രൂപ. 250. ഇതിൻ്റെ വിപണി എവിടെയാണ്? ഈ റിസോർട്ടുകൾ മാത്രമാണോ അതോ നമ്മൾ പുറത്തല്ലാതെ വിൽക്കുന്നുണ്ടോ? ഇത് പിടിക്കുന്നെന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ തന്നെ വന്ന് മേടിച്ചുകൊണ്ട് പോകുള്ളൂ. അന്നേരം തന്നെ കാര്യമാവും. പുറത്തു കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുന്നുണ്ടെന്ന് അറിയിച്ചാൽ മതി, ഇവിടെ തന്നെ വന്ന് കൊണ്ടുപോകും. ഇതിൻ്റെ ഒരു തീറ്റ ചെലവ് എങ്ങനെയാണ് വരുന്നത്? എന്താണ് ഇതിന് തീറ്റ കൊടുക്കുന്നത്? ഗൗരാമിക്ക് ചേമ്പല, കണ്ടോനക്കുറ്റി, അപ്പൂപ്പന്താടി അങ്ങനെയുള്ള ഏതും പച്ചലുകൾ തിന്നുള്ളൂ. അതാണ് ജയന്റ് ഗൗരാമിക്ക് ഇഷ്ടം. മറ്റേ തീറ്റ കൊടുക്കുന്നത് അവന് അത്ര നല്ലതല്ല. ഈ പച്ചില ചേമ്പലയാണ് പ്രധാനമായിട്ടും, പിന്നെ അപ്പൂപ്പന്താടി. മറ്റുള്ള മത്സ്യങ്ങൾക്ക് മറ്റേ മീൻ തീറ്റ വാങ്ങിക്കൊടുക്കുന്നു. മറ്റേ വേസ്റ്റൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ചിലരൊക്കെ ഇങ്ങനെ കോഴി വേസ്റ്റൊക്കെ കൊടുത്ത് മീനെ വളർത്തുന്നുണ്ട്? അത് രുചി വ്യത്യാസമുണ്ട്. ഇതാണ് നല്ല രുചി. വന്നവർ തന്നെ വീണ്ടും വീണ്ടും വന്ന് മേടിക്കുന്നുണ്ട്, ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. മറ്റേത് രുചി വ്യത്യാസമുണ്ട്. ഇതുകൂടാതെ ജാതി വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ? എത്ര ചൂട് ജാതിയുണ്ട്? ജാതി ഒരു 75-83 ജാതിയുണ്ട്. കൊക്കോയുണ്ട്, കമുകുണ്ട്. എത്ര വർഷമായി ഈ ജാതി കൃഷി ചെയ്ത് തുടങ്ങിയിട്ട്? ജാതി ആദ്യം കാടിയാദിയാൽ ബഡ് ചെയ്ത് ആദ്യം നമ്മളാണ് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 20 വർഷമായി. ചെറിയതുമുണ്ട്, വലുതുമുണ്ട്. ഇതുകൂടാതെ കൊക്കോയും ഉണ്ടല്ലേ? കൊക്കോയും കമുകും ഉണ്ട്. ഈ ജാതി കൃഷി ഇപ്പോൾ ലാഭകരമാണോ? ലാഭകരമാണ്. പ്രകൃതിക്ഷോഭമൊക്കെ വന്നു പോയില്ലെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം കാറ്റ് വന്ന് കായെല്ലാം അടിച്ചു കളഞ്ഞു. പുതിയതായി വരുന്നേ ഉള്ളൂ. വിളവിനെ നല്ല കാര്യമായിട്ട് ബാധിച്ചു. അല്ലെങ്കിൽ നല്ല ലാഭകരമാണ്. ഈ കൊക്കോ കൃഷിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മെച്ചപ്പെട്ട ഒരു വില ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ? സാമാന്യം തരക്കേടില്ലാത്ത വില ലഭിക്കുന്നുണ്ട്. കൊക്കോയും കുഴപ്പമില്ല. മരുന്നടിക്കണം. അണ്ണാന് എലി ശല്യമാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. അല്ലാതെ എന്തെങ്കിലും രോഗബാധകൾ ഈ കൊക്കോ കൃഷിയിലുണ്ടോ? മറ്റേ കുമിൾനാശിനി 2 പ്രാവശ്യം കൊടുക്കണം ആണ്ടിൽ, വർഷത്തിൽ. കുത്തിക്കളയാതെ കീടനാശിനിയും 1-2 പ്രാവശ്യം കൊടുത്താൽ മതി. ഇതുകൂടാതെ ഏലം കൃഷി ചെയ്യുന്നുണ്ട്. ഏതിനം ഏലമാണ് കൃഷി ചെയ്യുന്നത്? KVK ശാന്തമ്പാറ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടുപിടിച്ച ബൊമ്മി, സുഹാസിനി, PV2, ഹൈബ്രിഡ് ഞെള്ളാനി, അങ്ങനെ 10-12 ഐറ്റം ഏലം കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് ചോദിക്കുവാണ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആദായം നൽകുന്ന ഇനം ഏതാണ്? ഞെള്ളാനി ഹൈബ്രിഡും ഏറ്റവും നല്ല സുഹാസിനി എന്ന് പറയുന്ന ഐറ്റവും നല്ല വിളവ് തരുന്നതാണ്. അത് KVK ശാന്തമ്പാറ സുധാകർ സാറാണ്
പുള്ളിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് KVK-യിൽ. ഏലം കൃഷിക്ക് അനുയോജ്യമാണോ നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ? അതെ, ഏലം കൃഷി ഏറ്റവും നല്ല വിളവ് ഇവിടെ കിട്ടുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ. ഇപ്പോഴത്തെ വിലയ്ക്ക് ലാഭകരമാണോ ഏലം കൃഷി? അതെ, ഇപ്പം നല്ല വിലയുണ്ട്. ഇതുപോലെ നിന്നാൽ കർഷകർക്ക് വലിയ കുഴപ്പമില്ലാതെ സ്ഥിരമായിട്ട് പിടിച്ചു നീക്കാൻ പറ്റും. ഈ ഏലം കൃഷിക്ക് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണ്? അത് പ്രകൃതിക്ഷോഭമാണ് ഏറ്റവും മെയിനായിട്ട്. പിന്നെ അഴുകലും തട്ടമറിച്ചിലുമാണ് ഈ ഏലം കൃഷിയിൽ ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ളത്. അതിപ്പം KVK-യിൽ സുധാകർ സാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ട രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിവിധി സാറ് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു കേടുമില്ല. ഇപ്പം ഇതുകൂടാതെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടല്ലേ? കുരുമുളകുണ്ട്. കുരുമുളക് ഈ ഏലത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള വലിയ ലാഭമായിട്ടില്ല. മുൻപ് ഇവിടെ കുരുമുളക് മാത്രമായിരുന്നു കൂടുതൽ കൃഷി ഉണ്ടായിരുന്നത്? കാപ്പിയും കുരുമുളകുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പറഞ്ഞു, കുരുമുളക് കേട് വന്നാദ്യമൊക്കെ പോയി. കാപ്പി വിലയില്ലാത്ത സമയത്ത് എല്ലാവരും വെട്ടിക്കളഞ്ഞ് ഏലമാക്കി. ഇപ്പം വിലയായി. ഇപ്പം പുതിയതായിട്ട് കുറേ പേര് പിടിക്കുന്നുണ്ട്. അതുകൂടാതെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. വീടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറിയും ഉണ്ട്. അത് കൃഷിഭവൻ മുഖേന സമയത്ത് തൈകളും എല്ലാം തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ വീടാവശ്യത്തിനുള്ള കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? അവരൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ടോ? 4 പിള്ളേരുണ്ട്. 3 പെണ്ണും ഒരാണും വൈഫും അടങ്ങുന്നതാണ്. അവരും കാർഷിക വൃത്തിയിലുള്ളതാണ്. സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. കിസാൻ വാണി ശ്രോതാക്കളുമായി വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ചേട്ടൻ്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പാണ്ടിപ്പാറയിലെ കർഷകനായ ശ്രീ ജോയ് സെബാസ്റ്റ്യനുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.